ബില്ലിന് സമാനമായ നിയമമാണ്. അത് കടൽ പരിസ്ഥിതിയെ, കടലിൽ ആവാസ വ്യവസ്ഥയെ, കടൽ മത്സ്യബന്ധന മേഖലയൊക്കെ സാരമായി ബാധിക്കും. ഇതാണ് രണ്ടാമത്. എനിക്ക് ഇതിനെക്കുറിച്ച് വിശദമായ വിദഗ്ധമായ പഠനങ്ങളും ചർച്ചകളും നമ്മുടെ സംസ്ഥാനത്തുണ്ടാകണം. ഇതിൻ്റെ മറവിൽ തീരപ്രദേശം ഒരു ടൂറിസ്റ്റ് മേഖലയാക്കി കോർപ്പറേറ്റുകൾക്ക് എഴുതി കൊടുക്കാൻ, അങ്ങനെ ഈ തീരത്തെ ടൂറിസം ലോബികൾക്ക് എഴുതി കൊടുക്കാനുള്ള അണിയറ നീക്കങ്ങൾ. ടൂറിസം വേണ്ടെന്നല്ല പറയുന്നത്. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന ഘട്ടത്തിൽ ലത്തീൻ സഭയുടെ വിമർശനം പ്രധാനമാണ്. ഇപ്പോൾ സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ്. തീരശോഷണം തടയാൻ നടപടിയെടുത്തിട്ടില്ല സർക്കാർ എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഈ പ്രതികരണം, ഈ പ്രസംഗം എവിടെയാണ്? സ്മൃതി, UDFന്റെ പ്രകടന പത്രികയിലേക്ക് അഭിപ്രായം തരുന്ന സദസ്സിൽ വെച്ചാണ് യൂജിൻ പെരേര ഗൗരവമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. നമുക്കറിയാം, നേരത്തെ തന്നെ യൂജിൻ പെരേര സർക്കാരിനെതിരെ വിമർശനം നടത്തുന്നുണ്ടായിരുന്നു. ലത്തീൻ സഭ സർക്കാരിനെതിരെ പല ഘട്ടങ്ങളിലായി, പ്രത്യേകിച്ച് തീരമേഖലകളിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു വിമർശനം ഉയർത്തിയത്. ഇന്ന് UDF പ്രകടന പത്രികയിലേക്ക് അഭിപ്രായം തേടാൻ ക്ഷണിക്കപ്പെട്ടവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ കൂടിയായിരുന്നു യൂജിൻ പെരേര. അങ്ങനെ യൂജിൻ പെരേര ആ പ്രകടന പത്രികാ സമിതി അധ്യക്ഷൻ ബെന്നി ബെഹ്നാന് മുന്നിലാണ് ഈ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അക്കാര്യത്തിൽ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ UDF തയ്യാറാകണം. അതിൽ കൃത്യമായി ഇടപെടലുണ്ടാകണം. മത്സ്യ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. പ്രത്യേകിച്ച് ഈ ആഴക്കടൽ മത്സ്യ ഖനനവുമായി ബന്ധപ്പെട്ടാണ്, ഈ സമുദ്ര ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിലാണ് സംസ്ഥാന സർക്കാരിനെതിരെ കൂടി വിമർശനം ഉയർത്തുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഈ കാര്യത്തിലുള്ള പങ്കാളിത്തം, ഒപ്പം തന്നെ തീരമേഖല ആകെ ടൂറിസത്തിന്, അതും സ്വകാര്യ ടൂറിസത്തിന് എഴുതി കൊടുത്ത് അതുവഴി മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നടക്കമുള്ള ആക്ഷേപങ്ങളും യൂജിൻ പെരേര ഉന്നയിച്ചിട്ടുണ്ട്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.